നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമസ്ത 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് ആരംഭിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഇടത് സർക്കാർ നയം അവസാനിപ്പിക്കണമെന്ന ആവശ്യം. കേരള വൈദ്യുതി മസ്ദൂർ സംഘം BMS പ്രതിഷേധ ധർണാ സമരം നടത്തി. മഞ്ചേശ്വരത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുവപ്പ ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ സ്കൂളിലെ കാസർഗോഡ് ജില്ലാതല സഹവാസ ക്യാമ്പിലായിട്ടും ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷം. ആഹ്ലാദത്തിൽ കുട്ടി പോലീസുകാർ. യുവാക്കളിലെ മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ആർട്ട് ഓഫ് ലിവിംഗ് കോളിച്ചാലിലും പനത്തടിയിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ അടക്കത്തൂണുകൾ ഒരുങ്ങി. ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമാണ് അടയ്ക്കാത്തൂണുകൾ. വാർത്തകൾ വിശദമായി. കാന്തപുരം വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് ആരംഭിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ AP വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തി. സമസ്ത 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 3 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും പദ്ധതികളും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ, തൊഴിൽ, നൈപുണ്യ വികസന മേഖലകളിൽ ഗുണനിലവാരവും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളൂന്നിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ, സാമൂഹിക, നവോത്ഥാന മേഖലകളിൽ സമസ്ത ചെയ്ത സേവനങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ സംഘടനയ്ക്ക് നിർവഹിക്കാനുള്ളത്. രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദവും ഐക്യവും സംരക്ഷിക്കുക, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ പൊതുജനങ്ങളെ മുൻനിരയിലെത്തിക്കുക, ഇത്തരം ലക്ഷ്യം വെച്ചുകൊണ്ട് കാസർഗോഡ് ചട്ടഞ്ചാലിൽ പ്രത്യേകം സജ്ജമാക്കിയ മാലിക് ഇബ്നു ദീനാർ നഗരിയിൽ വൈകുന്നേരം 4 മണിക്കാണ് പ്രഖ്യാപന സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളനത്തിൽ സമസ്തയുടെ 40 കേന്ദ്ര മുഷാവറ അംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി തളങ്കര മാലിക് ദീനാറിൽ നിന്ന് ഫ്ലാഗ് മാർച്ച് നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ബുഖാരി, സമസ്ത AP വിഭാഗം സെക്രട്ടറി പേരോഡ് അബ്ദുൾ റഹ്മാൻ സഖാഫി, AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കൂത്ത് എന്നിവർ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. കർണാടക സ്പീക്കർ UT ഖാദർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വൈദ്യുതി മസ്ദൂർ സംഘം BMS കാസർഗോഡ് വൈദ്യുതി ഭവന് മുൻപിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഇടത് സർക്കാർ നയം അവസാനിപ്പിക്കണമെന്ന് സമരത്തിലൂടെ കേരള വൈദ്യുതി മസ്ദൂർ സംഘം BMS ആവശ്യപ്പെട്ടു. KSEB ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA, ലീവ് സറണ്ടർ, പ്രൊമോഷനുകൾ എന്നിവ നൽകാത്തതിൽ പ്രതിഷേധിച്ച് 2024 ജനുവരി 6-ന് വൈദ്യുതി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ മുന്നോടിയായി വൈദ്യുതി ഭവനുകൾക്ക് മുൻപിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കേരള വൈദ്യുതി മസ്ദൂർ സംഘം BMS കാസർഗോഡ് വൈദ്യുതി ഭവന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സമിതി അംഗം VV ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ KSRTC സ്ഥാപനത്തിലെ തൊഴിലാളികളെ പിച്ചച്ചട്ടി എടുപ്പിച്ചതിന് ശേഷം KSEB തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും VV ബാലകൃഷ്ണൻ പറഞ്ഞു. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ് DA എന്ന് പറയുന്നത്. അത് കൃത്യമായി തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ 14% DA തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണ്ട, അത് ഞങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ന്യായമായി അവകാശപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് ആരുടെയും ഔദാര്യമല്ല, അവർക്ക് ന്യായമായിട്ടുള്ള അവകാശപ്പെട്ടതാണ്. അത് ലഭിച്ചേ മതിയാവൂ. KVMS ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വസന്ത നായക് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ KN കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ HP സംസാരിച്ചു. സെക്രട്ടറി ശശിധരൻ K സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുരളി TP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുവപ്പ ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസിന്റെ 139ാമത് സ്ഥാപക ദിനം മഞ്ചേശ്വരത്ത് വിപുലമായി ആചരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് ഓഫീസിന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം IRDP, മുതിർന്ന നേതാവായ VV രാമൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുവപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഒരു മലയാളിയായ ചിറ്റൂർ ശങ്കരൻ നായർ 1889 വാരണാസിയിൽ രണ്ടാമത്തെ യോഗം സമ്മേളനം തുടങ്ങുമ്പോൾ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ചിറ്റൂർ ശങ്കരൻ നായരായിരുന്നു. കേരളത്തിന്റെ അഭിമാനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇതൊക്കെ എന്തിനു പറയുന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് 138 വയസ്സ് കഴിഞ്ഞ് 139 നമ്മൾ കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. മുൻ മണ്ഡലം പ്രസിഡന്റ് ഉമർ ഷാഫി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്കറിയ ഷാലിമാർ, യോഗേഷ് മഞ്ചേശ്വർ, മഹിളാ കോൺഗ്രസ് നേതാവ് ശശികല, മായ തുടങ്ങിയവർ സംസാരിച്ചു. നാരായണ ഗേരുകട്ട, മഹാലിംഗ മഞ്ചേശ്വർ, തമീം കുന്നിൽ, ഹനീഫ് സന്നെടുക്ക, ഷബീർ മഞ്ചേശ്വർ, കരീം സന്നെടുക്ക, ഫർഖ് സന്നെടുക്ക, ഫ്രാൻസിസ് തുമ്പിനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാതല സഹവാസ ക്യാമ്പിലായിട്ടും ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷമായതിന്റെ ആഹ്ലാദത്തിൽ കുട്ടി പോലീസുകാർ. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നുവരുന്നത്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് ജില്ലാതല സഹവാസ ക്യാമ്പിലായിട്ടും ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷമായതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടി പോലീസുകാർ. ക്യാമ്പിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ച് നടന്ന പരിപാടിയിൽ സെലിബ്രിറ്റികളായ സിനിമാ താരങ്ങളും പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, മെന്റലിസ്റ്റ് ആദി തുടങ്ങിയവരും കുട്ടി പോലീസുകാരെ പ്രചോദിപ്പിക്കുവാനും ആഹ്ലാദമേകാനും ഉദിനൂരിലെ സഹവാസ ക്യാമ്പിലെത്തി. എവിടെയാണ് സൂചി നഷ്ടപ്പെട്ടത് എന്നതിനോട് പറയാമോ എന്ന് ചോദിച്ചു. റാബി പറഞ്ഞു, ഞാൻ എൻ്റെ കുടിലിനുള്ളിൽ രാവിലെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെയാണ് സൂചി നഷ്ടപ്പെട്ടത്. എല്ലാവരും പെട്ടെന്ന് തിരച്ചു നിർത്തി റാബിയോട് എല്ലാവരും പറഞ്ഞു, റാബി എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? കുടിലിനകത്ത് നഷ്ടപ്പെട്ട സൂചി ഈ പുറത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു. റാബി പറഞ്ഞു, ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മളെല്ലാം പുറത്താണ് അന്വേഷിക്കുന്നത്, പക്ഷേ എല്ലാം കിടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലേക്ക് എത്രമാത്രം നമ്മൾ നോക്കുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ വിജയം. സ്റ്റുഡന്റ് മനസ്സിൽ കരുതിയ പാട്ടുകൾ പറഞ്ഞും രഹസ്യമാക്കി വെച്ച പേരുകൾ പ്രഖ്യാപിച്ചും മെന്റലിസ്റ്റ് ആദി കുട്ടികളെ അത്ഭുതപ്പെടുത്തി. നാളെയെ മനസ്സിലുറപ്പിച്ച് വേണം മുന്നോട്ട് പ്രയാണം നടത്താനെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല പാസിംഗ് ഔട്ട് പരേഡും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ഉദിനൂർ ഗവൺമെന്റ് HSS മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ്, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, PTA പ്രസിഡന്റ് VV സുരേഷൻ എന്നിവർ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ M. രാജഗോപാലൻ MLA മുഖ്യാതിഥിയായിരുന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വേറിട്ട പരിപാടികളിൽ പങ്കാളികളാക്കി മുസ്ലിം ലീഗ് കൈക്കോട്ടുകടവിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രായഭേദമന്യേ 1000-ൽ പരം പേർ പങ്കെടുത്ത കുടുംബസംഗമം സമ്മേളനത്തെ ആകർഷകമാക്കി. ഡോക്ടർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആരോഗ്യരംഗത്തെ സംബന്ധിക്കുന്ന വിവിധ ക്ലാസുകൾ, ആബിദ് കണ്ണൂരിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന്, കുട്ടികൾക്ക് വിവിധ കളികൾക്കുള്ള സൗകര്യമൊരുക്കിയ കിഡ്സ് കോർണർ തുടങ്ങിയ ആസ്വാദ്യകരവും വിജ്ഞാനപ്രദവുമായ പരിപാടികളാണ് കുടുംബസംഗമത്തിൽ ഉൾപ്പെടുത്തിയത്. കുടുംബസംഗമം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഗമം വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. കൈക്കോട്ടുകടവിൽ നവീകരിച്ച വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസായ ഖായിദെ മില്ലത്ത് സൗദം ഉദ്ഘാടനത്തിന്റെയും മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെയും ഭാഗമായാണ് കുടുംബസംഗമം ഒരുക്കിയത്. 31 വൈകുന്നേരം 4:30 കൊവ്വപ്പുഴ പാലം പരിസരം കേന്ദ്രീകരിച്ച് പ്രകടനം നടക്കും. തുടർന്ന് നവീകരിച്ച ഓഫീസ് കെട്ടിടം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർഷകശ്രീ മിൽക്ക് കുടുംബസംഗമം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
കർഷകശ്രീ പാൽ വ്യാപാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നു. അത് പല സ്ഥലത്തേക്ക് കയറ്റി അയക്കുന്നു. അതോടൊപ്പം സ്വകാര്യ മേഖലയിൽ, ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിൽമ, കർണാടകത്തിൽ നന്ദിനി, തമിഴ്നാട്ടിൽ. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മുടെ പാലിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കർഷകർ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു സൊസൈറ്റി, കർഷകശ്രീ, ആ കർഷകശ്രീയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള പാല് കൊടുക്കാനുള്ള ഒരു യജ്ഞം, ഒരു പ്രവൃത്തി ഈ കർഷകശ്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സംഗമത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. സ്കൂൾ തലത്തിൽ, ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിലും കലാകായിക വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. അവർക്ക് കർഷകശ്രീ മിൽക്കിന്റെ സ്നേഹ സ്വന്തമായി ഓഫീസ് തുറന്നു. ലയൺസ് ക്ലബിന്റെ യൂട്യൂബ് ചാനലും ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാദേശിക വാർത്തകൾ CT അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മേൽപ്പറമ്പ് CIT ഉത്തംദാസ് മുഖ്യ അതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് വിനോദ് കുമാർ, സിസ്റ്റർ ബീന ജോസഫ്, അഡ്വക്കേറ്റ് അശോക് കുമാർ, ഗിരികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബെന്നി ജോസ് എന്നിവർ സംബന്ധിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച 30ഓളം വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ കലാകായിക വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ച 50ഓളം വിദ്യാർത്ഥികളെയും 40ഓളം വ്യാപാരികളെയും അനുമോദിച്ചു. കർഷകശ്രീ മിൽക്ക് ഡയറക്ടർ E അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അയോധ്യ രാമജന്മഭൂമിയിൽ നിന്നും എത്തിയ പവിത്ര മന്ത്രാക്ഷത മധൂർ പഞ്ചായത്ത് സമിതി നേതൃത്വത്തിൽ വിതരണം ചെയ്തു. മധൂർ സിദ്ധിവിനായക ക്ഷേത്ര ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മധൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ അയോധ്യ രാമജന്മഭൂമിയിൽ നിന്നും വന്ന പവിത്ര മന്ത്രാക്ഷത വിതരണം മധൂർ സിദ്ധിവിനായക ക്ഷേത്ര ഹാളിൽ നടന്നു. പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മഹാകായ കോടി സൂര്യ സമപ്രഭാ വിഘ്നം കുറുമേ ദേവ സർവകാര്യേഷു സർവദാ. തുടർന്ന് നടന്ന യോഗത്തിൽ വാസുദേവ ഹൊള്ള അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം കാസർഗോഡ് ജില്ലാ ಸೇವಾ ಪ್ರಮುಖ್ ಪುರುಷೋತ್ತಮ ಐಲ ಮುಖ್ಯಪ್ರಭಾಷಣ നടത്തി. ವನವಾಸವನ್ನು ಮುಗಿಸಿ ರಾವಣಾದಿಗಳನ್ನು ಜಯಿಸಿ ವಾಪಸ್ ಅಯೋಧ್ಯೆಗೆ ಬರಬೇಕಿದ್ರೆ ಅಯೋಧ್ಯೆಯ ಜನ ಯಾವ ರೀತಿ ಕಾತರದಿಂದ ಕಾಯ್ತಾ ಇದ್ರು, ಯಾವ ರೀತಿ ಸಂಭ್ರಮದಿಂದ ಸ್ವಾಗತಿಸಿದ್ರು, ಅದೇ ರೀತಿ ಜನವರಿ 22ರ ಮಧ್ಯಾಹ್ನದ ಹೊತ್ತಲ್ಲಿ ಅಯೋಧ್ಯೆಯಲ್ಲಿ ಆ ದಿವಸ ಯಾವ ರೀತಿಯ ಸಂಭ್ರಮ ಇತ್ತೋ ಅದೇ ಸಂಭ್ರಮ ನಮ್ಮೆಲ್ಲ ಗ್ರಾಮಗಳಲ್ಲಿ ಆ ದಿವಸ ಕಾಣಬೇಕು. ನಮ್ಮ ಗ್ರಾಮದ ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಅಯೋಧ್ಯೆಗೆ ಹೋಗಲಿಕ್ಕೆ ಅಸಾಧು ಜನವರಿ 22ರ ಮುಹೂರ್ತದ ಕ್ಷಣದಲ್ಲಿ. ಆದರೆ ಆ ದಿವಸ ನಮ್ಮ ದೇಶದ ಪ್ರತಿ ಗ್ರಾಮವೂ ಕೂಡ ಅಯೋಧ್ಯೆ ಆಗಬೇಕು. ಆ ಗ್ರಾಮದಲ್ಲಿರ್ತಕ್ಕಂತಹ ಒಂದು ನಮ್ಮೆಲ್ಲರ ಪವಿತ್ರ ಶ್ರದ್ಧಾ ಕೇಂದ್ರದಲ್ಲಿ, ದೇವಸ್ಥಾನದಲ್ಲಿ ಸಮಗ್ರ ಹಿಂದೂ ಸಮಾಜ ಒಟ್ಟಿಗೆ ಸೇರಬೇಕು. ಆ ಒಂದು 2.5-3 ಗಂಟೆಗಳ ಕಾಲ ಅಯೋಧ್ಯೆಯಲ್ಲಿ ಏನು ಪ್ರಾಣ ಪ್ರತಿಷ್ಠೆಯ ಕಾರ್ಯವನ್ನ ನೇರ ಪ್ರಸಾರದ ಮೂಲಕ ನಾವೆಲ್ಲರೂ ಕೂಡ ಜೊತೆಯಲ್ಲಿ ಕಣ್ತುಂಬಿಕೊಳ್ಳಬೇಕು. ವಿಶ್ವ ಹಿಂದೂ ಪರಿಷತ್ ಜಿಲ್ಲಾ പ്രസിഡന്റ് ജയദേവ ഖണ്ഡികെ, ദീപക് കൂഡ്ലു, യോഗീഷ് മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ എന്നിവർ സംബന്ധിച്ചു. അജയ് മന്നിപ്പാടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രഭാശങ്കർ മാസ്റ്റർ വിവിധ ഗ്രാമങ്ങളിൽ നിന്നെത്തിയവർക്ക് മന്ത്രാക്ഷത വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC വനിതാ വിംഗ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദേറ ബനിയ സ്ക്വയറിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം ചെയ്തു. സ്ത്രീകൾക്കിടയിൽ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് KMCC വനിതാ വിംഗ് ദേറ ബനിയ സ്ക്വയറിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. രക്തം ദാനം ചെയ്യാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും രക്തദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകളും അനാവശ്യ ഭയങ്ങളും മാറ്റിവെച്ച് ഒഴുകുന്ന ജീവനെ പങ്കുവയ്ക്കാൻ ഓരോരുത്തർക്കും സാധിക്കണമെന്നും മുംതാസ് സമീറ അഭിപ്രായപ്പെട്ടു.
ദുബായ് KMCC വനിതാ വിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിഷ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ നജ്മ സാജിദ്, ഓർഗനൈസിംഗ് സെക്രട്ടറി നാസിയ ഷബീർ, കോർഡിനേറ്റർ സെറീന, തസ്ലീന ബീഗം, ഫസീല അൻസാരി, മറ്റു ഭാരവാഹികളായ റാബിയ സത്താർ, സുബി മനാഫ്, തസ്നീം ഹാഷിം, ഷീജാബി ഹസൈനാർ, നബീസത്ത് ഹൈറുന്നിസ മുനീർ, റഫീന അഹമ്മദ്, സജന അസീസ്, ഷാജിദ ഫൈസൽ, ലൈല കബീർ, നെബു ഹംസു, കമറുന്നിസ മജീദ്, റസീന റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി റിയാന സലാം സ്വാഗതവും ട്രഷറർ നജ്മ സാജിദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ചക്രപുരം ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ഡിസംബർ 31 തുടങ്ങും. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ തെക്കിനിയേടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് ദീപം തെളിയിക്കുന്നതോടെ സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും. ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മിനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 8 ദിവസം നീളുന്ന ഭാഗവത സപ്താഹയജ്ഞം ജനുവരി 7 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുക. 31 വൈകുന്നേരം 5 ആചാര്യവരണം, 6 ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് ദീപം തെളിയിക്കും. ജനുവരി 1 രാവിലെ 6 മണി മുതൽ ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതിയും ചേർന്ന് വിഷ്ണു സഹസ്രനാമം നെയ്വിളക്ക് സമർപ്പണവും തുടർന്ന് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും ചടങ്ങുകൾ തുടരും. സപ്താഹം 5ാം ദിനമായ ജനുവരി 5 വൈകുന്നേരം 5 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ജനുവരി 7 ഉച്ചയ്ക്ക് 12 യജ്ഞ സമർപ്പണവും യജ്ഞപ്രസാദ വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി M മനീഷ് കുമാർ, ട്രഷറർ K മുരളീധരൻ, സപ്താഹ കമ്മിറ്റി കൺവീനർ കൃഷ്ണൻ പെരിയാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാമന്തളി താവുരിയാട്ട് ക്ഷേത്രത്തിൽ അടക്കാത്തൂണുകൾ ഒരുങ്ങി. ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമാണ് അടയ്ക്കാത്തൂണുകൾ. കളിയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. പ്രകൃതിയുമായി ഇഴചേർന്ന് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്ന രാമന്തളി താവുരിയാട്ട് ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമായാണ് അടയ്ക്കാത്തൂണുകൾ ഒരുങ്ങിയത്. കളിയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് രാമന്തളി താവുരിയാട്ട് ക്ഷേത്രം. ധനു 10 മുതൽ 14 വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ 2ാം നാൾ മുതലാണ് അടയ്ക്കാത്തൂണടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള അലങ്കാരം ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൗതുകമാകുക. 22,000-ഓളം പഴുത്ത അടക്കുകൾ കൊണ്ടാണ് ഇത്തവണ അടയ്ക്കാത്തൂണുകൾ ഒരുക്കിയിരിക്കുന്നത്. വൃശ്ചികം 1 ലോഹര കളരിയിൽ കൊയ്ത്ത് തുടങ്ങുന്നതോടനുബന്ധിച്ച് അതിനുശേഷം അവിടെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ കളരി പൂജയും കഴിഞ്ഞ് ധനു 10 ഇവിടെ ഉത്സവം ആരംഭിക്കുകയായി. പ്രധാനമായും ഊർപ്പഴശ്ശി, വേട്ടക്കരവകൻ ദൈവങ്ങളാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ. വിഭവങ്ങളിൽ കൊണ്ടുള്ള അലങ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമുള്ളതാണ്. ഏതാണ്ട് 22,000-ഓളം പഴുത്തടക്ക, അതുപോലെ തന്നെ ഇളനീര്, തേങ്ങ, ചക്ക, മാങ്ങ തുടങ്ങിയിട്ടുള്ള തികച്ചും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മാത്രം, ഒന്നുപോലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അലങ്കാരം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഹരിത പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഈ പറഞ്ഞ കളിയാട്ടുകളെല്ലാം ഈ ഭക്ഷണ അന്നദാനം ഉൾപ്പെടെ നടത്തിവരുന്നത്. കൂടാതെ പ്രകൃതിദത്ത പൂക്കളായ ചെക്കിപ്പൂവ്, എരിക്കിൻ പൂവ്, ചെമ്പകപ്പൂ എന്നിവ കൊണ്ടും ക്ഷേത്രം അലങ്കരിച്ചിട്ടുണ്ട്. അടയ്ക്കാക്കുലകളും തേങ്ങ, ചക്ക, മാങ്ങ എന്നീ ഫലങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും കളിയാട്ടത്തിന്റെ പ്രധാന ഘടകമാണ്. ഊർപ്പഴശ്ശി ദേവൻ, വേട്ടക്കുരുമകൻ ഈശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന ദൈവക്കോലങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. യുവാക്കളിലെ മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ആർട്ട് ഓഫ് ലിവിംഗ് കോളിച്ചാലിലും പനത്തടിയിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. യുവാക്കളിൽ മദ്യമയക്കുമരുന്ന് ആസക്തിക്കെതിരെ ബോധവൽക്കരണവുമായി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാലിലും പനത്തടിയിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പനത്തടി പഞ്ചായത്ത് അംഗങ്ങളായ വേണുഗോപാൽ, വിൻസെന്റ് എന്നിവർ ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു. പുലിക്കടവ് ആർട്ട് ഓഫ് ലിവിംഗ് ട്രൈബൽ സ്കൂളിൽ നടന്നുവരുന്ന യുവജന നേതൃത്വ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ആർട്ട് ഓഫ് ലിവിംഗ് യുവജന നേതൃത്വ പരിശീലകരായ അഭിലാഷ്, രഞ്ജിത്ത് MB, ലതീഷ് K, പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓർമ്മയുടെ വരാന്തയിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമവും സർവീസിൽ നിന്ന് വിരമിച്ച മുൻ അധ്യാപകർക്കും PTA അമരക്കാർക്കുമുള്ള ആദരവും പ്രൌഢമായ ചടങ്ങിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് എന്നിവർ ആദരം അർപ്പിച്ചു. കണ്ണൂർ RDD മണികണ്ഠൻ KR, കാഞ്ഞങ്ങാട് DEO ബാലാദേവി KS, രാജപുരം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കൃഷ്ണൻ കാളിദാസൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംഘാടക സമിതി ചെയർമാൻ MV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷിനോജ് ചാക്കോ, PM കുര്യാക്കോസ്, M പത്മകുമാരി, സുപ്രിയ ശിവദാസ്, ലത അരവിന്ദൻ, KK വേണുഗോപാൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനറും പ്രിൻസിപ്പാളുമായ M ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന ജില്ലാതല കബഡി ഫെസ്റ്റ് 2024 ജനുവരി 2 ബാലബോധിനി വായനശാല പരിസരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 ജനുവരി 2 രാവിലെ മുതൽ ആരംഭിക്കുന്ന മത്സരത്തിൽ 26 ടീമുകളാണ് കളിക്കളത്തിലിറങ്ങുക. വൈകിട്ട് 5 ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്യും. ജനറൽ കൺവീനർ സംഘാടക സമിതി നഗരസഭാ അധ്യക്ഷയുമായ KV സുജാത ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുൻ ഇന്ത്യൻ കബഡി താരം, ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് ജഗദീഷ് കുമ്പള മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം പ്രൊഫസർ P രഘുനാഥ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ, ബാലബോധിനി പ്രസിഡന്റ് V കരുണാകരൻ മാസ്റ്റർ, സെക്രട്ടറി N ഗീത, CPIM ബല ലോക്കൽ സെക്രട്ടറി M സേതു എന്നിവർ സംസാരിക്കും. സംഘാടക സമിതി കൺവീനർ KV സജിത് സ്വാഗതവും ജോയിന്റ് കൺവീനർ K അനിൽകുമാർ നന്ദിയും പറയും. രാത്രി 10 സമ്മാന വിതരണം നടക്കും. വിജയികൾക്ക് 10,000, 7,000, 2,500 എന്നിങ്ങനെ രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ KV സുജാത, KV സജിത്, C ശശിധരൻ, N ഗീത, V ഗോപി മാസ്റ്റർ, TV സാലു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്ത 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് ആരംഭിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഇടത് സർക്കാർ നയം അവസാനിപ്പിക്കണമെന്ന ആവശ്യം. കേരള വൈദ്യുതി മസ്ദൂർ സംഘം BMS പ്രതിഷേധ ധർണാ സമരം നടത്തി. മഞ്ചേശ്വരത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുവപ്പ ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ സ്കൂളിലെ കാസർഗോഡ് ജില്ലാതല സഹവാസ ക്യാമ്പിലായിട്ടും ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷം. ആഹ്ലാദത്തിൽ കുട്ടി പോലീസുകാർ. യുവാക്കളിലെ മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ആർട്ട് ഓഫ് ലിവിംഗ് കോളിച്ചാലിലും പനത്തടിയിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ അടക്കത്തൂണുകൾ ഒരുങ്ങി. ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമാണ് അടയ്ക്കാത്തൂണുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.